വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ ബികോമിൻ്റെ മേജർ പേപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ആ പേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം FIUGP പ്രകാരം 100 മാർക്കിനാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. 100 മാർക്കിനായിരിക്കും ഒരു പേപ്പറിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. അതിൽ 70 മാർക്ക് എക്സ്റ്റേണൽ മാർക്കും 30 മാർക്ക് ഇൻറ്റേർണൽ മാർക്കും ആയിരിക്കും. അപ്പോൾ 70 മാർക്കിനുള്ള എക്സ്റ്റേണൽ മാർക്കിനുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 4 മൊഡ്യൂൾസ് ആയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഉള്ളത്. അപ്പോൾ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ വാട്ട് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്, വാട്ട് ഈസ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, ഈ 2 ക്വസ്റ്റ്യൻസ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ എസ്പ്രിറ്റ് ഡി കോർപ്സ്, കണ്ടിൻജൻസി അപ്രോച്ച്, ഇതെല്ലാം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ഫ്രം ദ ഏർലി പയനിയർ ടു മോഡേൺ തിങ്കേഴ്സ്. അപ്പോൾ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, അത് essay ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. അതുപോലെ തന്നെ FW ടൈലേഴ്സ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ അത് ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അതേപോലെ തന്നെ ബിഹേവിയറൽ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇത്രയാണ് മൊഡ്യൂൾ 1-ൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ദെൻ മൊഡ്യൂൾ 2-ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ പ്ലാനിങ് പ്രോസസ് ഓർ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് എന്ന് പറയുന്നതും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് സിംഗിൾ യൂസ് പ്ലാന്, സ്റ്റാൻഡിങ് പ്ലാന്. ടൈപ്സ് ഓഫ് പ്ലാനിൽ പെട്ടതാണ് സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിങ് പ്ലാനും. ഇത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ യൂസ് പ്ലാൻ ആൻഡ് സ്റ്റാൻഡിങ് പ്ലാൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഓർഗനൈസിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഓർഗനൈസിങ് അല്ലെങ്കിൽ ഡിഫൈൻ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓർ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു essay ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ വരുന്നത് ലൈൻ ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഫങ്ഷണൽ ഓർഗനൈസേഷൻ, ഇങ്ങനെ 3 ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് essay ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിൽ ഓരോ കാര്യങ്ങളും, ലൈൻ ഓർഗനൈസേഷൻ എന്താണ്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ലൈൻ ഓർഗനൈസേഷൻ അതുപോലെ തന്നെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ്, ഇതും എന്താണ് എക്സാമിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ പറഞ്ഞ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തു നിന്ന് പാരഗ്രാഫ് ക്വസ്റ്റ്യന് അതുപോലെ തന്നെ essay ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിഫൈൻ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റെപ്സ് ഇൻ റിക്രൂട്ട്മെൻറ്റ്, അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. സ്റ്റെപ്സ് ഇൻ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഈ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൽ ഇൻറ്റേർണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അത് പാരഗ്രാഫ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻ ആയിട്ടോ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ സെലക്ഷനാണ് അടുത്തൊരു ടോപ്പിക്. സെലക്ഷനിൽ വാട്ട് ഈസ് സെലക്ഷൻ ചോദിക്കാം. അതോടൊപ്പം തന്നെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം.
അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ കൺട്രോളിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ കൺട്രോളിങ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ 2 നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ മൊഡ്യൂൾ 3 വരികയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 3 ഡയറക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് മോട്ടിവേഷനാണ്. അപ്പം വാട്ട് ഈസ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഡിഫൈൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പം മോട്ടിവേഷൻ തിയറീസിൽ പ്രധാനപ്പെട്ട 3 തിയറീസാണ് പഠിക്കാനുള്ളത്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ഹേഴ്സ്ബർഗ്സ് 2 ഫാക്ടർ തിയറി, പിന്നെ തിയറി എക്സ് ആൻഡ് തിയറി വൈ. അപ്പോൾ ഈ 3 തിയറീസും മോട്ടിവേഷൻ തിയറീസിൽ ഈ 3 പ്രധാനപ്പെട്ടതാണ്. ഈ 3 ഏതെങ്കിലും ഒന്ന് ഷുവറായിട്ടും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് പാരഗ്രാഫ് ക്വസ്റ്റനായിട്ടോ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റനായിട്ടോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം മോട്ടിവേഷൻ തിയറീസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ഹേഴ്സ്ബർഗ് 2 ഫാക്ടർ തിയറി, തിയറി എക്സ് ആൻഡ് തിയറി വൈ. അപ്പോൾ ഈ 3 മോട്ടിവേഷൻ തിയറീസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്തത് ലീഡർഷിപ്പാണ്. അപ്പം ലീഡർഷിപ്പ് സ്റ്റൈൽസ്, വാട്ട് ആർ ദ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക് ലീഡർ, ഓട്ടോക്രാറ്റിക് ലീഡർ, ലേസസ് ഫെയർ ലീഡർഷിപ്പ്, ഇങ്ങനെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിൽ ഓരോ കാര്യങ്ങളും വാട്ട് ഈസ് ലേസസ് ഫെയർ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിയും എന്താണ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ലീഡർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ്, ഇതും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്രയാണ് ഡയറക്ഷൻ മൊഡ്യൂൾ 3 നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഇനി മൊഡ്യൂൾ 4 പോകുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 4 ഒരുപാട് പുതിയ കാര്യങ്ങൾ, റീസെൻറ്റ് ട്രെൻഡ്സ് ആണ്, മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട റീസെൻറ്റ് ട്രെൻഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ക്വാളിറ്റി കൺട്രോൾ എന്താണ്, ടെക്നിക്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ടെക്നിക്സ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ. അതുപോലെ തന്നെ TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ക്വാളിറ്റി സർക്കിൾസ്, കെയ്സൻ, ഇതെല്ലാം പുതിയ പുതിയ ടേമുകളാണ്. അപ്പം ഈ ടേമുകൾ എന്താണെന്നുള്ളത് ഓരോന്നും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. TQM, ക്വാളിറ്റി സർക്കിൾ, കെയ്സൻ, ഇതെല്ലാം ഓരോ ടേമും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഇത് ഒരുമിച്ച് ഈ പറഞ്ഞ TQM, ക്വാളിറ്റി സർക്കിൾ, കെയ്സൻ, ക്വാളിറ്റി കൺട്രോൾ, ഇതെല്ലാം കൂടി തന്നിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും നിങ്ങൾക്ക് അങ്ങനെയും പ്രതീക്ഷിക്കാം. അപ്പം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ടേമുകളാണ് ഈ പറഞ്ഞ ടേമുകളെല്ലാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ പാരറ്റോ ചാർട്ട്, വാട്ട് ഈസ് പാരറ്റോ ചാർട്ട്, വാട്ട് ഈസ് ബെഞ്ച് മാർക്കിംഗ്, ഇതെല്ലാം ഷോർട്ട് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് തിയറി ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്ന മേജർ കോഴ്സായിട്ടുള്ള BCOMന് മേജർ കോഴ്സായിട്ടുള്ള ഈ പറഞ്ഞ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുമായിട്ട് ഈ പറഞ്ഞ സബ്ജക്റ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.